ഏകദേശം 200ഓളം വോളണ്ടിയർമാരെയാണ് ശുചീകരണത്തിന് വേണ്ടി നഗരസഭ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അവരിപ്പോൾ ഇവിടെയുണ്ട്. 24 മണിക്കൂർ അവരിലേക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ ഇവിടെ ഈ ശുചീകരണ പ്രവർത്തകരെ സജ്ജമാക്കിയിട്ടുള്ളത്. അതായത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ഒരു സുസജ്ജമായി നിൽക്കുകയാണ് ഇവിടെ. നമുക്ക് അവരോടൊപ്പം തന്നെ ചോദിക്കാം, ചേട്ടാ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഇവിടെ ഡ്യൂട്ടി കയറിയതാണ്. അപ്പോൾ പല പല വിങ്ങായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഫുഡ് അവിടെ നിന്ന് വേസ്റ്റ് വരുന്ന അനുസരിച്ച് വേറെ ഏജൻസിക്കാർ വണ്ടികളുണ്ട്, അതനുസരിച്ച് നമ്മൾ അവിടെ എത്തിക്കാനും പിന്നെ ഈ പറഞ്ഞ ഈ മലിനജലത്തിനുള്ള ഒരു സംവിധാനം, പിന്നെ എല്ലാ ടാങ്കുകളിലും വെള്ളം എത്തിക്കുന്നതിനും ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യുന്നതിനും എല്ലാം തന്നെ നമ്മൾ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മളവിടെ സജ്ജരാണ്. എങ്ങനെയുണ്ട് ഇവിടെ യുവജനോത്സവം നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം പൂർത്തിയായിട്ടുണ്ട്. മേയറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടോ? എച്ച്ഒമാരൊക്കെ ഉണ്ടോ കൂടെ? എച്ച്ഒമാരുണ്ട്, HSമാരുണ്ട്, JHമാരുണ്ട്, HIമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തായാലും സുജയ, ഈ അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു 200ഓളം പേരാണ് ഇവർ സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ വേദികൾ. തീർച്ചയായും ഫുൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ അവർ ഷിഫ്റ്റ് അനുസരിച്ച് കൃത്യമായി 24 മണിക്കൂർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആരും പുറത്ത് കാണാത്ത രീതിയിലുള്ള വർക്കാണ്. പക്ഷേ ഒരു ദിവസം നിശ്ചലമായാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നഗരമേ നന്ദി എന്ന് നമ്മൾ നഗരത്തോടല്ല പറയേണ്ടത്, ഇവരോടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ ആ നന്ദി സൂചകമായിട്ട് ചേട്ടന്റെ പേരെന്താ? മഹേഷ്. അപ്പൊ മഹേഷ് ചേട്ടനും വിനോദ് ഏട്ടനും ഇവിടെയുള്ള എല്ലാ ചേട്ടന്മാർക്കുമായിട്ട് നമ്മുടെ ഹരിയേട്ടൻ ഞെരളത്തെ ഹരിഗോവിന്ദൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പെർഫോമൻസ് തരികയാണ്. ഞങ്ങൾക്കുള്ള നന്ദി, ഈ കലോത്സവത്തെ, ഈ നഗരത്തെ വൃത്തിയാക്കി വെക്കുന്നതിനുള്ള നമ്മുടെ നന്ദി. ക്ഷേത്ര സോപാനത്തിൽ പാടിയിരുന്ന ഈ ഇടയ്ക്കയുമായിട്ട് റോട്ടിലും വീട്ടിലും കാട്ടിലും ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട്. കാരണം ഇതിനൊരു നിലയും വിലയും ഉണ്ടാക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇതുപോലെ ശബരിമലയിലേക്ക് ഞാൻ പോകുന്നത് അവിടുത്തെ ചപ്പുചവറുകൾ പെറുക്കിക്കൊണ്ട് പോയിട്ടാണ് പാട്ട് പാടാൻ പോയത്. ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം അവിടുത്തെ മാലിന്യമുക്ത പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടാണ് പാട്ട് പാടിപ്പോയത്. ഇതെൻ്റെ ജീവിതത്തിൽ റിപ്പോർട്ടർ ചാനൽ വഴി എനിക്ക് കിട്ടുന്ന എൻ്റെ കലാജീവിതത്തിലും സോപാന സംഗീതത്തിൻ്റെ ചരിത്രത്തിലും എനിക്ക് കിട്ടുന്ന വലിയ ഒരു നാഴികക്കല്ലാണ്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരം നിങ്ങൾ അവിരാമം പണിയെടുക്കുകയാണ്. ഇന്നലെ എല്ലാം 3 ദിവസം മുമ്പ് തുടങ്ങിയതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി എന്താണ് പാടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് 2 തട്ട് തട്ടുമ്പോൾ ഓർമ്മ വരുന്ന പാട്ട് ഞാൻ പാടാം. സമൂഹത്തിൽ വലിയ മനുഷ്യരും മഹത്വമുള്ള മനുഷ്യരുമുണ്ട്. അപ്പോൾ വലിപ്പവും മഹത്വവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള 2 വരികളാണ്. വലിയോന്റെ നാടല്ല മോഹം, അലിവാണലങ്കാരമെന്നോർത്തു വാഴുന്ന മഹനീയ ജന്മങ്ങൾ വേണം. വലിയോന്റെ നാടല്ല മോഹം, വലിയോന്റെ നാടല്ല മോഹം. ഉള്ളവരില്ലാത്തവർ എന്നു രണ്ടല്ല ഉണ്മയുള്ളോരുടെ ഭാഷ്യം. ഉണ്ടായിരിക്കയും വേണ്ടാത്തവരായിട്ടുണ്ടാവണം ചിലർ നമ്മിൽ, ഉണ്ടാവണം പലർ നമ്മിൽ. വലിയോന്റെ നാടല്ല മോഹം. സ്ഥാനമാനങ്ങൾ പുരസ്കാരമൊന്നുമേ സായുജ്യമാവരുതാർക്കും. സർഗവ്യാപാരമൊക്കെയും മാത്സര്യമില്ലാത്ത മാനുഷ ഭാവങ്ങൾ തേടും. അന്നും മണ്ണേ വിളയിക്കും മാനവരാണെൻ്റെ ദൈവങ്ങളെന്നു ഞാൻ പാടും. അന്നു മണ്ണേ വിളയിക്കും മാനവരാണെൻ്റെ ദൈവങ്ങളെന്നു നാം പാടും. വലിയോന്റെ നാടല്ല മോഹം. മന്ത്രിയായാലും തന്ത്രിയായാലും മൗലവിയായാലും മാർപ്പാപ്പയായാലും വയറ് വിശക്കുമ്പോൾ അന്നം തന്നെ വേണം. അത് വിളയിക്കുന്നവരും അത് വിളമ്പുന്നവരുമാണ് ഏറ്റവും വലിയ ദൈവങ്ങളെന്നാണ് പാടുന്നത്. അന്നു മണ്ണേ വിളയിക്കും മാനവരാണെൻ്റെ ദൈവങ്ങളെന്നു നാം പാടും. കാര്യസാധ്യത്തിൻ്റെ കള്ളവിനയങ്ങളല്ലെൻ്റെ ഗീതങ്ങളൊന്നും.
കാര്യസാധ്യത്തിൻ്റെ കള്ളവിനയങ്ങളല്ലെൻ്റെ ഗീതങ്ങളെന്നും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായ നിത്യനാദം നമ്മൾ കേൾക്കും സ്വയം സത്യമാണോ എന്നതോർക്കും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായ നിത്യനാദം നമ്മൾ കേൾക്കും സ്വയം സത്യമാണോ എന്നതോർക്കും ചിരം ശക്തരായി ശാന്തരായി പാടും ചിരം ശക്തരായി ശാന്തരായി പാടും ചിരം ശക്തരായി ശാന്തരായി പാടും. അപ്പൊ ഇവർക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ആണ് നമ്മൾ നടത്തിയത്. അപ്പൊ തിരിച്ച് ഹരിയേട്ടൻ ഒരു സർപ്രൈസ് നമ്മൾ കാത്തുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ പേര്? എന്റെ പേര് ബാബു എന്നാണ്. ബാബു ചേട്ടൻ നമുക്കൊരു പാട്ട് പാടി തരുമോ? ഓ, സുരേഷ് ബാബു എന്നാണ്. സുരേഷ് ബാബു എന്നറിയപ്പെടും. അപ്പൊ ബാബു ചേട്ടന് വേണ്ടി ഇടയ്ക്ക് വായിക്കും ഹരിയേട്ടൻ. ഓക്കെ, അപ്പൊ ബാബു ചേട്ടന്റെ പാട്ടോടെ നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ആദ്യം പാട്ടിന് ശേഷം ഇടവേള. പാട്ട് 4 വരി പാടാം. മുത്തുമണി തൂവൽ തരാ അല്ലിത്തളിരാട തരാ മുത്തുമണി തൂവൽ തരാ അല്ലിത്തളിരാട തരാ നറുപൂവിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാൻ എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ മുത്തുമണി തൂവൽ തരാ അല്ലിത്തളിരാട തരാ. സൂപ്പർ. സുരേഷ് ബാബുവിന് നമുക്കൊരു നല്ല ആർപ്പോ കൊടുക്കണ്ടേ? എവിടെ നമ്മുടെ പിള്ളേരെ? അപ്പോ സുരേഷ് ചേട്ടനും ഒപ്പം എല്ലാ ചേട്ടന്മാരും നമ്മുടെ കലോത്സവം കളറാക്കുന്നത് നിങ്ങളുടെ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പൊങ്കാണ് കേട്ടോ. തകർക്കും. ഞങ്ങള് ഈ 4-5 ദിവസം ഇവിടെ കലോത്സവം അടിപൊളിയാണ്. പിന്നല്ല. അപ്പോ ഇതിൽ കൂടുതൽ വിശേഷങ്ങൾ, കാഴ്ചകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. വേദികൾ സജീവമാകുന്നു. നമ്മൾ പ്രധാന വേദിക്കരികിലേക്ക് നീങ്ങും. അതിനു മുൻപ്